students, welcome to our online classes. Today we are going to discuss profile. As we all know, profile is a sure question in our exams and it is very easy to prepare a profile because all the hints to prepare a profile are given in the question paper itself. We should develop these hints into sentences to make small paragraph. A profile is a biographical sketch or a short description of one person and it includes the main or major facts from his life. ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവചരിത്രക്കുറിപ്പാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ, സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന ഒരു ലഘു വിവരണമാണ് ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ നൗ വി ക്യാൻ ലുക്ക് അറ്റ് ദ മെയിൻ തിങ്സ് ഓർ ഫാക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ എ profile. Okay, which are the important things or important facts included in a profile? Look at here. Look at the screen. These are the main things or points included in a profile. The first one is birth, and second occupation, then third works, and fourth one awards, and the last one is death. The facts about his death. നമ്മൾ ഒരു പ്രൊഫൈലിൽ സാധാരണയായി കണ്ടുവരുന്ന പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. അത് എന്തൊക്കെയാണ്? അവരുടെ ജനനം, പിന്നെ അവരുടെ എന്താണ് ഒക്യുപ്പേഷൻ, ജോലി, അവർ ഏത് രീതിയിലാണ് പ്രശസ്തരായി എന്നുള്ളത്, പിന്നെ അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്പോർട്സ്മാൻ അങ്ങനെയുള്ള എഴുത്തുകാരല്ലാത്ത അങ്ങനെയുള്ളവരുടെ ആകുമ്പോൾ കൃതികൾ വന്നോളണമെന്നില്ല കേട്ടോ. അത് അവിടെ ചെറിയൊരു ചേഞ്ച് ചിലപ്പം ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണാറുണ്ട്. പിന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സ്, പിന്നെ അതേപോലെ അവരുടെ മരണം. ഇത്രയുമാണ് പ്രധാനമായിട്ട് ഒരു പ്രൊഫൈലിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഹിൻസ് എന്ന് പറയുന്നത്. Now look at the screen. We have a question here, profile question here, and prepare a profile of Rabindranath Tagore using the hints given below. Okay, hints are given: the birth 7 May 1861, place of birth Kolkata, famous as poet, short story writer, painter, work Geetanjali, awards Nobel Prize in Literature 1913, death 1941. Okay, this is the hints given in our question. Now we can look how to develop this as a profile. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഒരു പ്രൊഫൈലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഫൈലിനൊരു ഹെഡിങ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ദ നെയിം ഓഫ് ദ പേഴ്സൺ. ആരുടെയാണോ പ്രൊഫൈൽ നമ്മൾ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് നമ്മൾ അവിടെ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ് അത് വരിക? രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് എഴുതണം? ഹെഡിങ് ആയിട്ട് രവീന്ദ്രനാഥ ടാഗോർ എന്ന് എഴുതണം. അതിനുശേഷം നമുക്ക് നോക്കാം, അടുത്ത 2 പോയിന്റുകളുണ്ട്. അടുത്ത 2 പോയിന്റുകൾ ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ആണ്. അതിനെ രണ്ടിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരു സെൻറ്റൻസ് ആക്കാം. അപ്പോൾ ബർത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഹി വാസ് ബോൺ എന്നാണ്. അപ്പോൾ പ്രൊഫൈൽ തുടങ്ങുന്ന സമയത്ത് രവീന്ദ്രനാഥ ടാഗോർ വാസ് ബോൺ ഓൺ. ഇവിടെ നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചേർക്കണം? ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ ചേർക്കണം. അതല്ല ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചേർത്താൽ മതി? ഇൻ എന്ന് ചേർത്താൽ മതി. അതേപോലെ സ്ഥലം കൊൽക്കട്ട ആണ് തന്നത്, അതിൻ്റെ മുന്നിലും നമ്മൾ എന്ത് തന്നെ ചേർക്കണം? പ്രിപ്പോസിഷൻ ഇൻ എന്ന് ചേർക്കണം. അപ്പോൾ ഈ സെൻറ്റൻസ് ഇങ്ങനെയാണ് വരിക: രവീന്ദ്രനാഥ ടാഗോർ വാസ് ബോൺ ഓൺ 7 May 1861 in Kolkata. ഓക്കെ, ഇതേപോലെ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് ചെറിയ സ്ഥലം, ചില കോമൺ ആയിട്ടല്ലെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ സ്ഥലങ്ങൾ തരുവാണെങ്കിൽ അവിടെ നിങ്ങൾ അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ ചേർക്കുക. അധികവും സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് ഒരു പ്ലേസ്, ഒരു വലിയ പ്ലേസും, അതങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻ എന്ന് മാത്രം ചേർത്താൽ മതിയാവും. ഓക്കെ, അടുത്തത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളത് ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ഫേമസ് ആസ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ഹി വാസ് ഫേമസ് ആസ് എന്ന് തുടങ്ങുക. ഹി വാസ് ഫേമസ് ആസ് എ പോയറ്റ്, short story writer and a
പെയിൻറ്റർ എന്നാണത് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതേ പോയിന്റിനെ വേണമെങ്കിൽ നമുക്ക് ഹി വാസ് എ ഫേമസ് പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് പെയിൻറ്റർ എന്നും എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് വർക്ക്സ് ആണ്. ഇപ്പം ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഗീതാഞ്ജലി എന്ന് പറയുന്ന വർക്ക് മാത്രമാണ് തന്നത്. അപ്പം നമുക്കത് എന്ത് എഴുതാം? ഹിസ് ഫേമസ് വർക്ക് ഈസ് ഗീതാഞ്ജലി എന്ന് എഴുതിയാൽ മതി. അപ്പം ചില ആളുകളുടെ പ്രൊഫൈല് നമുക്ക് ഒന്നിലധികം വർക്കുകൾ വരുവാണെങ്കിൽ നമ്മൾ ആർ എന്നുള്ളതാണ് ഈസിന് പകരം ആർ എന്ന് യൂസ് ചെയ്യണം. അപ്പോൾ ഹിസ് വർക്ക്സ് ആർ ഡാഷ് ആൻഡ് ഡാഷ് എന്നുള്ള രീതിയിൽ ആൻഡ് ചേർത്ത് നമ്മൾ എഴുതേണ്ടതുണ്ട്. ഒരാളുടെ വർക്ക്സ് എഴുതുന്ന സമയത്ത് സാധാരണ ഇപ്പോൾ നമ്മൾ പ്രൊഫൈൽ തുടങ്ങിയ സമയത്ത് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് തുടങ്ങിയത്. പക്ഷേ വർക്ക്സിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അവിടെ പ്രസൻറ്റ് ടെൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വാസോ വേറോ യൂസ് ചെയ്യരുത്. ഈസ് അല്ലെങ്കിൽ ആർ, ഒന്നാണെങ്കിൽ ഈസ്, ഒരുപാട് വർക്ക്സ് ഉണ്ടെങ്കിൽ ആർ എന്നുള്ള വേർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്തത് അവാർഡ്സ് ആണ്. അവാർഡ്സും ഈ പറഞ്ഞതുപോലെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു അവാർഡ് മാത്രം, നോബൽ പ്രൈസ്, ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പം അതിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഹി വൺ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1913 എന്നാണ് അവാർഡിൻ്റെ ഇത്. അതേപോലെ ഒരുപാട് അവാർഡ്സ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഹി വൺ അവാർഡ്സ് ലൈക്ക് ഡാഷ് ആൻഡ് ഡാഷ്, അതായത് ഇന്ന അവാർഡ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആൻഡ് ചേർത്തിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ ഡെത്ത് ആണ്. അത് നമ്മൾ നേരത്തെ ബർത്ത് എന്നുള്ളത് എഴുതിയതുപോലെ തന്നെ ഹി ഡൈഡ് ഓൺ, അതായത് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഓൺ എന്നും ഇയർ മാത്രമേ ഉള്ളൂവെങ്കിൽ ഇൻ എന്നും എഴുതിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഡെത്ത് ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുക? ഹി ഡൈഡ് ഇൻ 1941. ഹി ഡൈഡ് ഇൻ 1941. അതേ സെൻറ്റൻസിനെ നമുക്ക് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെയും വേണമെങ്കിൽ പറയാം. ഹി പാസ്ഡ് എവേ ഇൻ 1941. ഓക്കെ, രണ്ട് രീതിയിലും നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, ലുക്ക് അറ്റ് ദ സ്ക്രീൻ. നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ മൊത്തത്തിലൊരു ഫുള്ളായിട്ടൊരു പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയാണുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഒരു പ്രൊഫൈലിൻ്റെ ഫോം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, these are the common hints given in a profile question. And ചില സന്ദർഭങ്ങളിൽ കുറച്ച് ഇതല്ലാത്ത ചില ഹിൻസും കൂടെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ്. അതിൽ ഒന്നാമത്തേത് പാരൻസ്. ചില ആളുകളുടെ പ്രൊഫൈൽ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്കവിടെ പാരൻസ് എന്ന് തന്നത് കാണാം. അതെന്താണ്? അവരുടെ പാരൻസിനെ കുറിച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക? ഹിസ് പാരൻസ് ആർ ഡാഷ് ആൻഡ് ഡാഷ്, ഫാദറിൻ്റെയും മദറിൻ്റെയും നെയിം എങ്ങനെയാണ് വരിക? ഹിസ് പാരൻസ് ആർ ഡാഷ് ആൻഡ് ഡാഷ് എന്നുള്ള രീതിയിൽ എഴുതണം. അടുത്തത് മറ്റൊന്ന് നമ്മൾ ചില പ്രൊഫൈലിൽ കാണുന്ന മറ്റൊരു ഹിൻ്റാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹിൻറ്റ് കാണാം. അപ്പോൾ അത് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുമ്പം ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് എന്നാണ് എഴുതുക. എന്നിട്ട് എവിടെ നിന്നാണെന്നുള്ള ആ സ്ഥലത്തിൻ്റെ പേര് ഡാഷ് ആൻഡ് ഡാഷ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ്. ഇതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുമ്പോൾ. പിന്നെ മറ്റൊന്ന് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മറ്റൊരു ഹിൻറ്റ് വരുന്നത് സ്പൗസ് എന്നാണ്. സ്പൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്ണർ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇപ്പോൾ ഒരു മെയിൽ ഒരു ജെൻസിൻ്റെ പ്രൊഫൈലാണെങ്കിൽ അത് അവിടെ അദ്ദേഹത്തിൻ്റെ വൈഫിനെയും, ഒരു ഫീമെയിലിൻ്റെ പ്രൊഫൈലാണെങ്കിൽ സ്പൗസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്പൗസ് എന്ന് കണ്ടാൽ അവിടെ ഹിസ് ലൈഫ് പാർട്ട്ണർ ഈസ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഹിസ് വൈഫ് ഈസ്, അല്ലെങ്കിൽ ഹെർ ഹസ്ബൻഡ് ഈസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇത്രയാണ് കോമൺ ആയിട്ട് സാധാരണയായിട്ട് നമ്മൾ പ്രൊഫൈലിൽ കണ്ടുവരുന്ന ഹിൻസ്. അത് ഡെവലപ്പ് ചെയ്യേണ്ട രീതിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രൊഫൈൽ, പ്രിപ്പയറിങ് എ പ്രൊഫൈൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.